11ാമത്തെ ഹൈക്കു ആണ് കേട്ടോ. ഹൈക്കു കവിതകളാണ്. ഏകദേശം അത് ജപ്പാനി കവിതകൾക്ക് ഈക്വലായിട്ടുള്ള കവിതകളാണ് ഹൈക്കു കവിതകൾ. ഈ കവിതകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജപ്പാനിലെ ചെറിയ കവിതയാണ് ഹൈക്കു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹിന്ദിയിലേക്കും അത് എഴുതപ്പെടുന്നു. ശരിക്കും പറഞ്ഞത് ജപ്പാനി കവിതകളാണ്, ഹിന്ദിയിലേക്ക് മാറ്റിയെടുത്തെന്ന് മാത്രം. ഈ ഹൈക്കു കവിതയുടെ 3 വരികളാണ്. ആദ്യത്തെ വരിയിൽ 5ഉം രണ്ടാമത്തെ വരിയിൽ 7, മൂന്നാമത്തെ വരിയിൽ 5 എന്നീ ക്രമത്തിലാണ് അക്ഷരങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ടത്. അത് എഴുതിയിരിക്കുന്നത് ഭഗവത് ശരൺ അഗ്രവാൾ, അങ്ങനെയാണ് ഇദ്ദേഹത്തെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവത് ശരൺ അഗ്രവാൾ का जन्म 1930 को उत्तर प्रदेश के बरेली में हुआ. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് അദ്ദേഹം ജനിച്ചത്. वे गुजरात विश्वविद्यालय के निर्देशक थे. हिंदी काव्य जगत में हाइकू को एक अलग पहचान दिलाने में उनका काफ़ी योगदान रहा. ഹിന്ദി കാവ്യ ലോകത്തിൽ ഹൈക്കു കവിതയ്ക്ക് വേറിട്ട ശബ്ദം നൽകാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. अपनी साहित्य सेवा के लिए वे अनेक संस्थाओं द्वारा पुरस्कृत एवं सम्मानित है. പിന്നെന്താണ്? ഇന്ദ്രധനുഷ് ഉൻക പ്രമുഖ ഹൈക്കു സംഗ്രഹേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിന് നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രധനുഷ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഹൈക്കു ഗ്രന്ഥമാണ്. ഇനി അത് നമുക്ക് പോയത്തിലേക്ക് കടക്കത്തിലെ ഫസ്റ്റ് പോയം നബ് കുഞ്ചാത്തി നെടുഗിരെ ശിശുപൈ മണ്ഡാരത്തിമ. അതിൻ്റെ അകത്ത് നബ് കുഞ്ചാത്തി എന്ന് പറഞ്ഞാൽ ആകാശം മുഴങ്ങുന്നു, നെടുഗിരെ ശിശുപൈ കിളിക്കൂട് വീഴുന്നു കുഞ്ഞിൻ്റെ മേൽ, മണ്ഡാരത്തിമ ചുറ്റും കറങ്ങുന്ന അമ്മ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പ്രകൃതിക്ക് പ്രകോപം के कारण कभी पेड़ों से निड नीचे गिरते हैं परंतु नीचे गिरे बच्चों को छोड़कर उनकी माँ भाग नहीं जाती, माँ की ममता അതുലിനെ. ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തേക്കണം. ഇപ്പോൾ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് പക്ഷിക്കൂട് താഴെ വീഴുകയാണ്. പക്ഷേ താഴെ വീണ കുഞ്ഞുങ്ങളെ അമ്മ ഒരിക്കലും ഉപേക്ഷിച്ച് പോവുകയില്ല. അമ്മയുടെ മാതൃസ്നേഹം അത്രയും വലുതാണ്. അതാണ് ഈ 3 പോയിന്റിലൂടെ കവി എക്സ്പ്ലെയിൻ ചെയ്തേക്കണം. അടുത്തത് ഭാദോം സരസ്യ പർ വിരഹിണീക സൂഖ ആഖൻ. ഇത് ഭാദോം സരസ്യം എന്ന് പറഞ്ഞാൽ ബാധഭദ്രം ശോഭയുള്ളതായി, പർ വിരഹിണീക പക്ഷേ വിരഹിണിയുടെ, സൂഖ ആഖൻ മുറ്റം ഉണങ്ങിയിരിക്കുന്നു. അപ്പം 3 പോയിൻറ്റ്സിലായിട്ടാണ് 3 അർത്ഥം വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിന് നമ്മളൊക്കെ ജോയിൻ ചെയ്തിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതാണ് വിരഹിണിയുടെ ജീവിതകാലം ദുഃഖങ്ങളുടേതാണ്. അപ്പോൾ വിരഹിണിക്ക് ജീവൻ ഗാഥ ആഹോം और पीड़ाओं की है. पति के दूर होने से सुख भरे मौसम में भी उसका मन हमेशा सूखा रूखा रहता है. അപ്പോൾ എന്താണ്? നല്ല ശോഭയോടുകൂടി പ്രകൃതി കാണപ്പെടുന്നു എന്ന്. വിരഹിണിയുടെ ജീവിതകാലം ദുഃഖങ്ങളുടേതാണ്, പക്ഷേ ബാധഭദ്ര മാസത്തിൽ, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഉദ്ദേശിക്കുന്ന ബാധഭദ്ര മാസം, ആ മാസത്തിലെ നല്ല ശോഭയോടുകൂടി പ്രകൃതി കാണപ്പെടുന്നു. എങ്കിലും ഭർത്താവ് കൂടെ ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ ദൂരെയുള്ളതിനാൽ അവളുടെ മനസ്സ് വരണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സാണ് സുഖവും ദുഃഖവും നമുക്ക് തരുന്നത്. അപ്പോൾ ഒന്നാമത്തേതിൽ മാതൃസ്നേഹവും രണ്ടാമത്തേതിൽ വിരഹണിയുടെ ദുഃഖവുമാണ് കവി തന്നിരിക്കുന്നത്. മാൻ ന മാൻ മെയ് തേരാ മെഹമാൻ ബനെ ബുഡാപ്പ. അതിൻ്റെ അത് മാൻ ന മാൻ എന്ന് വെച്ചാൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, മെയ് തേരാ മെഹമാൻ ഞാൻ നിൻ്റെ അതിഥിയാണ്, ബനെ ബുഡാപ്പ വന്നു വാർദ്ധക്യം. അപ്പോൾ ഇതിൽ നമുക്ക് പോയതിൽ തന്നെ മനസ്സിലാവും ഇതിൽ ബുഡാപ്പേനെ കുറിച്ച്, അത് വാർദ്ധക്യത്തിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അർത്ഥം ഹർ വ്യക്തി ബുഡാപ്പേക്കോ അപ്പന ദുഷ്മൻ മാനത്ത ഹെ. അതായത് എല്ലാവരും വാർദ്ധക്യത്തെ എന്താണ്? സ്വന്തം ശത്രുവായിട്ടാണ് കരുതുന്നത്. പരതോ പരിവർത്തൻ പ്രകൃതിക നിയമഹി. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, മാറ്റം പ്രകൃതി നിയമമാണ്. ഹറേക്ക് ഉസ്കെ സ്വീകാർ കർണപ്പെടെ. എല്ലാവരും അതിനെ സ്വീകരിച്ചേ മതിയാവും. അപ്പോൾ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും നമ്മൾ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. അതായത് യൗവനമായാലും വാർദ്ധക്യമായാലും ഏതവസ്ഥയായാലും അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണമെന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. അടുത്തത് 4ാമത്തെ ധന്യ ഹേ വർഷ ഖേത്തോമേ കൃഷി കവിതായി ബോത്തെ കിസാൻ. ഇതിനകത്ത് കൃഷിനെ കുറിച്ചാണ് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ധന്യ ഹേ വർഷ് വർഷകാലം ധന്യമാണ്, ഖേത്തവും മേ കവിതായം വയലുകളിൽ കവിതകൾ, ബോത്തെ കിസാൻ എന്നത് വിതയ്ക്കുന്ന കർഷകൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കവി മഴനെക്കുറിച്ചും അധ്വാനത്തെക്കുറിച്ചൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വർഷജീവൻ ദാത. ഇപ്പം മഴയെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ നൽകുന്നതാണ്. തൻ തോട് മെഹനത്ത് കർക്കെ ഖേത്തോമെ നയ ജീവൻ കി കവിതായം ഖിലാനയ ബോനെ വാല കിസാൻ കെ കാരൺ വ ധന്യ ഹോ ജാതി. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. മഴ ജീവൻ നൽകുന്നതാണ്. കഠിനാധ്വാനം ചെയ്ത് മണ്ണിൽ ജീവൻ്റെ പുതിയ പുതിയ കവിതകൾ വിതയ്ക്കുന്ന കൃഷിക്കാരൻ കാരണം അത് ധന്യമായി തീരുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഇതിൻ്റെ അകത്ത്
കൂടുതൽ. അത് പ്രകൃതി മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ഒരിക്കലും വേർപിരിക്കാനാവാത്തതാണ്. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധമാണ്, കൃഷിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഈ പോയത്തിൽ കവി സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ, ജബ് ബി കോയ് ഫൂൽ ഖില ബാഗ് മേ തൂ യാദായ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജബ് ബി കോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴെങ്കിലും. ഫൂൽ ഖിൽ ബാഗ് മേ, തോട്ടത്തിൽ പൂവിരിയുമ്പോൾ. തൂ യാദായ, അതായത് നിന്നെ ഓർമ്മയിൽ വരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രണയിനിയെ കുറിച്ചാണെന്ന്. പ്രേം കഭി നഹി മുർച്ചാത്ത ഹേ, പ്രേമി പ്രേമികാക്ക് ദിൽ മേ ഹമേശ യാദേ ഹരാ രഹത്തി. അപ്പോൾ ഇതിൽ കവി പറഞ്ഞ സ്നേഹം ഒരിക്കലും വാടിപ്പോകുന്നില്ല, സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർമ്മകൾ ഹരിതാപമായിട്ട് നിൽക്കുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും പൂന്തോട്ടത്തിൽ ഒരു പൂ വിരിയുമ്പോഴത്തേക്കും നിന്നെ ഞാൻ ഓർക്കുന്നു. പ്രണയിനിയെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് വിവരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, ജിനെ നാ ഹോത്ത ദർദ് കാ എഹ്സാസ് ആസു ഓസ് ഹേ. ജിനെ നാ ഹോത്ത എന്ന് വെച്ചാൽ ആർക്കാണോ ഇല്ലാത്തത്. ദർദ് കാ എഹ്സാസ്, വേദനയുടെ അനുഭവം. ആസു ഓസ് ഹേ, കണ്ണുനീർ, കണ്ണമായിരിക്കും, മണ്ണുകണമായിരിക്കും എന്ന് പറഞ്ഞാൽ. വേദന മനക്കോ പവിത്ര. അപ്പോൾ കവി പറഞ്ഞ വേദന എപ്പോഴും മനസ്സിനെ ഇങ്ങനെ പവിത്രമാക്കുന്നു. വേദനയ്ക്ക് കാരണം ഖുഷി അവർ പ്യാർ കാ മഹത്വം ബനത്ത. വേദന ഉണ്ടെങ്കിലേ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്വം ഉണ്ടാവും. ജോ ഇസേ പഞ്ചായത്ത് നഹി ഉസ്കെ സാമനെ ആസു കാ കോയി മൂല്യ നഹി ഹോത്ത. ഈ തത്വം മനസ്സിലാക്കാത്തവർക്ക് കണ്ണുനീരിൻ്റെ വില മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേദന മനസ്സിനെ പവിത്രമാക്കുന്നു. അതായത് കണ്ണുനീരിൻ്റെ അനുഭവം, കണ്ണുനീരിലൂടെയാണ് മനസ്സ് പവിത്രമാവുന്നത്. കണ്ണുനീരിലൂടെയാണ് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്വം നമുക്ക് കിട്ടുന്നതിനെക്കുറിച്ചാണ് ഈ പോയത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ 6 ഉണ്ട് ഇതിൻ്റെ അത് ഹൈക്കു കവിതകൾ. ഓരോന്നും ഓരോ സംഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള. അപ്പോൾ ഈ പോയം ശരിക്കും പഠിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് പഠിക്കാം. ഓക്കെ.